വലയെറിഞ്ഞ് കുറച്ച് മീൻ പിടിച്ചാലോ? എന്നാൽ ഇങ്ങോട്ട് പോര്. മരട് ബണ്ട് റോട്ടിലൂടെ പോയപ്പോൾ ദേണ്ട്രാ ഒരു ചേട്ടൻ വല വീശുന്നു. എന്നാൽ പിന്നെ യൂട്യൂബിലിടാൻ ഒരു കണ്ടന്റ് ആവട്ടെ എന്ന് വെച്ച്. വല വീശാൻ ഒരു ആശ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വല കൈകൊണ്ട് തൊടാൻ പോകുന്നത്. നൈസായിട്ട് പോയിട്ട് ചേട്ടനോട് ആവശ്യം അറിയിച്ചു. ആള് കേട്ട വഴി, അതിനെന്നാ മോനെ ഇന്നാ പിടിച്ചാ വലാന്ന്. ചേട്ടൻ്റെ പേര് അവറാൻ എന്നാണേ. വലയെറിയുന്ന ട്രിക്ക് നമുക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ പിള്ളേരെ പഠിപ്പിക്കണ പോലെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എനിക്ക് പറഞ്ഞു തന്നട്ടോ. വല തുറത്ത് പിടിക്കുന്ന തൊട്ട് വല റൗണ്ടിൽ വീശണ വരെ. ഈ സാധനം തോളെ തൂക്കിയിടാൻ നല്ല സീനാണ് മക്കളെ. ചേട്ടൻ്റെ കയ്യിലാണെങ്കിൽ 9 അടി വലയാണ് ഉള്ളത്. 5 അടി 7 അടി വലകളുണ്ട്. വല വീശിപ്പടിക്കാൻ 5 അടി വലയാണ് നല്ലതെന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. സാധനം നല്ല വെയിറ്റാട്ടോ. കാണുന്ന പോലെ നിസ്സാരമല്ല പണി. വലയൊന്ന് വെള്ളത്തിലിട്ട് പൊക്കിയാൽ വെയിറ്റ് കുറച്ചുകൂടി കൂടും. ആളെന്തായാലും നല്ലൊരു ടീച്ചറാട്ടാ. ഓരോന്ന് എന്തിനാണെന്നും അതിൻ്റെ ബെനിഫിറ്റ് കൂടി ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഒറ്റയ്ക്ക് വല സെറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ബോട്ടം വരുന്ന പോർഷൻ ഉടക്ക് വീഴാതെ ഫ്രീ ആയി ഇട്ടില്ലെങ്കിൽ മാത്രമേ വല നന്നായി വിരിഞ്ഞു കൂടുതൽ ഏരിയ കവർ ചെയ്യുകയുള്ളൂ. ഇടയ്ക്ക് തൂക്കി പിടിച്ച് കൈ വേദനിച്ചെങ്കിലും ആ പഠിക്കാനുള്ള ത്വരയിൽ അങ്ങ് സഹിച്ച്. അങ്ങനെ എൻ്റെ കന്നി വീശലിന് ഞാൻ റെഡി ആയിട്ടോ. ആളെന്നെ വലയേൽപ്പിച്ച് കരയിൽ കയറി. ആദ്യത്തെ വീഴ്ച തന്നെ നല്ല റൗണ്ടിൽ കിട്ടിട്ടോ. ഇത് തിരിച്ചു വലിച്ചു കയറ്റാൻ ഒരു മരങ്ങ് വേണം കേട്ടോ. സാവകാശം വേണം ചെയ്യാൻ. എൻ്റെ മോനെ, അങ്ങനെ ലൈഫിലെ ആദ്യത്തെ ട്രയൽ വീശലിൽ തന്നെ എനിക്ക് മീൻ അടിച്ചു കേട്ടോ. അപ്പോഴത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കൂടുതലും പരലും ചെമ്മീനും ആട്ടോ കിട്ടിയിരിക്കുന്നത്. 2 കൂരിക്കുഞ്ഞുങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീശി പാളിപ്പോവാറും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളൊന്ന് പ്ലേസ് മാറ്റി പിടിച്ച് കായലിൽ നിന്ന് വെള്ളം കയറി കിടക്കണ ബണ്ടിലൊന്ന് ട്രൈ ചെയ്തു. ഇവിടെയാണെങ്കിൽ മീൻ ചാടിച്ചാടിയാണ് കളിക്കണേ. ഇവിടുത്തെ ഒരു പ്രശ്നം വീശാനുള്ള സ്പേസ് കുറവാണ്. അതുപോലെ തന്നെ അടിയിൽ വെള്ളത്തിൽ നല്ല ചേറുമാണ്. നല്ല ചേറായതുകൊണ്ട് തന്നെ വലയടിപ്പിക്കാൻ കുറച്ച് പാടുപെട്ടു. വലയിലാണെങ്കിൽ നന്നായി മീൻ കയറിയിട്ടുണ്ട്. നല്ല പിടച്ചിലാണ്. എല്ലാം കൂടി നോക്കിക്കേ. ചേറിൽ പുരണ്ട ഒരു കൂട്ടം മീൻ. എല്ലാത്തിനെയും കഴുകി കരക്കിട്ടിട്ടുണ്ട്. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിനായി ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.